ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം ആണവായുധങ്ങളുടെ നിർമ്മാണത്തിലേക്കുള്ള നീക്കമാണെന്ന് അമേരിക്കയും സഖ്യരാജ്യങ്ങളും ഭയപ്പെടുന്ന സമയത്തൊക്കെ ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും അവരോട് സഹകരിക്കുന്ന മറ്റ് രാജ്യങ്ങളും ഇറാനെതിരെ ഉപരോധവുമായി മുന്നോട്ട് വന്നിട്ടുള്ളതാണ് അവരുടെ ഉപരോധ ചരിത്രം. ഈ ഉപരോധ ചരിത്രത്തിൽ കടലിൽ ഇറാന്റെ എണ്ണ ടാങ്കറുകളും ആകാശത്തിൽ ഇറാനെതിരെ സാറ്റലൈറ്റുകളും കൂടി കഥാപാത്രമാകുമ്പോൾ ഇന്ന് ഉപരോധത്തിന് പുതിയ അധ്യായങ്ങൾ എഴുതപ്പെടുന്നു. ആകാശത്തിലുള്ള അമേരിക്കൻ സാറ്റലൈറ്റുകൾക്ക് ഇന്നൊരു പ്രത്യേക ദൗത്യമുണ്ട്. ഇറാന്റെ എണ്ണ കപ്പലുകളുടെ സമുദ്ര സഞ്ചാരം ട്രാക്ക് ചെയ്യുക എന്ന അതിവിശേഷപ്പെട്ട ജോലി. കപ്പലുകളുടെ സഞ്ചാരഗതി പ്രക്ഷേപണം ചെയ്യുന്ന ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം സ്വിച്ച് ഓഫ് ചെയ്തും കപ്പലുകളുടെ ദേശീയ രജിസ്ട്രേഷൻ മാറ്റിയും കടൽയാനം നടത്തുന്ന ഇറാനിയൻ ഓയിൽ ടാങ്കറുകളെ കരയിലും കടലിലും ആകാശത്തിൽ നിന്നും നിരീക്ഷിക്കാൻ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഈ ചാരക്കണ്ണുകളെ അതിജീവിച്ചുകൊണ്ട് ഉപരോധ സമയത്ത് ഇറാൻ എങ്ങനെ ഓയിൽ വിൽപ്പന നടത്തുന്നുവെന്ന ഈ നൂറ്റാണ്ടിലെ ഒരു വലിയ വെല്ലുവിളിയുമായാണ് ഇറാനിയൻ ഓയിൽ ടാങ്കറുകൾ കടലിലൂടെ സഞ്ചരിക്കുന്നത്. 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലുമായി പോകുന്ന അഡ്രിയാൻ ഡെറിയ 1 എന്ന എണ്ണക്കപ്പലിനെ അമേരിക്ക പിന്തുടരുന്നതിൻ്റെ പിന്നിൽ ഇറാന്റെ ആണവായുധ നിർമ്മാണം എങ്ങനെയാണ് ഒരു കാരണമാവുന്നത് എന്നൊരു പക്ഷേ നിങ്ങൾ സംശയിച്ചേക്കാം. പെട്രോൾ ഈസ് ദി ബ്ലൂഡ് സ്ട്രീം ഓഫ് പ്ലെയിൻ എർത്ത് എന്ന് എപ്പോൾ പറഞ്ഞുവോ അന്ന് തുടങ്ങിയതാണ് കറുത്ത പൊന്നിൻ്റെ പേരിലുള്ള ഈ രാഷ്ട്രീയ യുദ്ധം. സാമ്പത്തിക ഉപരോധം, നയതന്ത്ര സമ്മർദ്ദം, അന്താരാഷ്ട്ര നിയമ നടപടികൾ ഇവ കൊണ്ടെല്ലാം തടഞ്ഞു നിർത്താൻ കഴിയാതെ പോയ ഇറാന്റെ സൂപ്പർ ടാങ്കറാണ് അഡ്രിയ ഡെറിയ 1. 2019 ഏപ്രിൽ 2-ാം വാരത്തിൽ ഇറാനിൽ നിന്ന് യാത്ര ആരംഭിച്ചതു മുതൽ അമേരിക്ക ഈ കപ്പലിനെ പിടിച്ചെടുക്കാൻ ശ്രമം ആരംഭിച്ചിരുന്നു. ക്രൂഡ് ഓയിൽ ഷിപ്മെന്റ് ട്രാക്കിംഗ് നടത്തുന്ന അന്താരാഷ്ട്ര ടാങ്കർ ട്രക്കൻസിൻ പിടികൊടുക്കാതിരിക്കാൻ ലോങ് റേഞ്ച് ഐഡന്റിഫിക്കേഷൻ ട്രാക്കിംഗ് ട്രാൻസ്പോണ്ടർ നിർവീര്യമാക്കിക്കൊണ്ടാണ് കപ്പൽ ആഫ്രിക്കയും മെഡിറ്ററേനിയനും പിന്നിട്ടത്. ആ പ്രയാണത്തിന്റെ ഒടുവിൽ ജിബ്രാൾട്ടറിൽ വെച്ച് ബ്രിട്ടീഷ് നേവി ഗ്രേസ് 1 എന്ന മുൻ പേരിലുള്ള ഈ കപ്പലിനെ പിടിച്ചെടുത്തു. അമേരിക്കൻ ബ്രിട്ടീഷ് അധികാരികൾ ഈ കപ്പൽ ഉപരോധത്തെ അവഗണിച്ച് സിറിയയ്ക്ക് എണ്ണ നൽകുവാനാണ് യാത്ര തിരിച്ചത് എന്ന തീരുമാനത്തിലാണ് ഈ കപ്പലിനെ ട്രാക്ക് ചെയ്തു തുടങ്ങിയത്. ഇറാന് നേരെയുള്ള എണ്ണയുടെ ഉപരോധം, സിറിയയിലെ അസദ് ഗവൺമെന്റിനെതിരെയുള്ള പടയൊരുക്കവും നയതന്ത്ര വിഘാതവും എന്നീ കാരണങ്ങളുമായി യൂറോപ്യൻ യൂണിയൻ ഒരു ഭാഗത്തും, ഇതിനു പുറമെ പണമിടപാടുകളിൽ ബാങ്കിനെ വഞ്ചിച്ചെന്ന കുറ്റവും ചാർത്തി കപ്പൽ പിടിച്ചെടുക്കാൻ അമേരിക്ക മറുഭാഗത്തും ഒരുങ്ങിയിരുന്നു. അമേരിക്കൻ നിയമ നടപടികളെ തള്ളിക്കൊണ്ട് ജിബ്രാൾട്ടർ ഗവൺമെന്റ് ആഗസ്റ്റ് 16 ഈ ഓയിൽ ടാങ്കറിനെ സ്വതന്ത്രമാക്കി. തുടർന്ന് ഗ്രേസ് 1 അതിൻ്റെ പേരുമാറ്റി അഡ്രിയാൻ ഡെറിയ 1 എന്ന പുതിയ നാമത്തിൽ ഒരറിയപ്പെടാത്ത ലക്ഷ്യത്തിലേക്ക് അഖിലേഷ് കുമാർ എന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ കമാൻഡിൽ യാത്രയാവുകയും ചെയ്തു. അമേരിക്ക ആവശ്യപ്പെടുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഈ കപ്പൽ കൊണ്ടു ചെന്നെത്തിച്ചാൽ ക്യാപ്റ്റനും കുടുംബത്തിനും എന്നേക്കുമായി ജീവിക്കാൻ ആവശ്യമുള്ളത്ര $1 മില്യൺ അമേരിക്കൻ വാഗ്ദാനം നിരാകരിച്ചുകൊണ്ടാണ് കപ്പൽ മെഡിറ്ററേനിയനിലൂടെ യാത്ര തുടർന്നത്. ആ ഓഫർ വാർത്ത ഫിനാൻഷ്യൽ ടൈംസിലും USA ടുഡേ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാഗ്ദാനങ്ങളിലും ഭീഷണിയിലും ക്യാപ്റ്റൻ കുമാർ വഴങ്ങാതിരുന്നപ്പോൾ ആഗസ്റ്റ് 30 കപ്പലിനും ക്യാപ്റ്റനും നേരെ അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് സാമ്പത്തിക വിലക്ക് ഏർപ്പെടുത്തി. സെപ്റ്റംബർ 4 ഈ സൂപ്പർ ടാങ്കർ സിറിയയിൽ നിന്നും 60 നോട്ടിക്കൽ മൈൽ ദൂരത്ത് കണ്ടതായി സാറ്റലൈറ്റ് ഇമേജുകൾ പുറത്തുവരികയും ചെയ്തു. ലോകരാജ്യങ്ങളെ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തുകയും യുദ്ധത്തിൽ തകർന്നടിഞ്ഞ സിറിയയ്ക്ക് ഒരു തുള്ളി എണ്ണ കൊടുക്കാതിരിക്കുകയും ചെയ്യാൻ ഇറാന്റെ ആണവായുധ നിർമ്മാണം എങ്ങനെ കാരണമാകുന്നു എന്നതാണ് ചരിത്രത്തിന്റെ മറുഭാഗം. ഇസ്രായേലിന്റെ ആണവായുധ നിർമ്മാണത്തിൽ അയൽ രാജ്യങ്ങൾ ആശങ്കപ്പെട്ടപ്പോൾ മിഡിൽ ഈസ്റ്റിനെ ന്യൂക്ലിയർ വെപ്പൺ ഫ്രീ സോണാക്കി തീർക്കാൻ 1974 ഒരു ജോയിന്റ് റെസല്യൂഷനിലൂടെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ച രാജ്യമായിരുന്നു ഇറാൻ. അങ്ങനെയുള്ള ഇറാനെ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ ഇന്ന് ഭയപ്പെടാൻ മാത്രം എന്ത് മാറ്റമാണ് ഉണ്ടായത്? അറ്റോംസ് ഫോർ പീസ് എന്ന സന്ദേശവുമായിട്ടാണ് അമേരിക്കയുടെ സഹായത്തോടെ
1950 ഇറാൻ അവരുടെ ആണവ പരിപാടി ആരംഭിക്കുന്നത്. പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഈ സഹായം 1979 ഇറാൻ ഭരണാധികാരി ഷാ പുറന്തള്ളപ്പെടുന്നത് വരെ തുടർന്നിരുന്നു. 2000 ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം സമാധാനോത്തര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് വിലയിരുത്തപ്പെട്ടപ്പോഴാണ് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത്. NPT-യിലുള്ള ഇറാന്റെ നിസ്സഹകരണം കാരണം 2006 UN സുരക്ഷാ കൗൺസിൽ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഓട്ടോമിക് എനർജി ഏജൻസിയുടെ റിപ്പോർട്ടിൽ 2003 വരെ ആണവായുധം ഉണ്ടാക്കാൻ ഇറാൻ നടത്തിയ ശ്രമത്തിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചതായി പറയുന്നുണ്ട്. എന്നാൽ 2009 ശേഷം ഇറാൻ അത്തരം നടപടികൾ തുടർന്നതായി വിശ്വസനീയമായ ഒരു തെളിവുമില്ല എന്നുകൂടി 2018 മെയ് 1 ഇതേ ഏജൻസി പറയുന്നു. ഉപരോധങ്ങളുടെ ഫലമായി കടുത്ത സാമ്പത്തിക ദുരിതങ്ങൾ നേരിട്ട ഇറാൻ അതിൽ നിന്നും മോചനം നേടാൻ 2016 അവരുടെ ആണവ പരിപാടികൾ വിഘടിപ്പിച്ചതായി പ്രഖ്യാപിച്ചു. അതിനുശേഷം 2019 ഫെബ്രുവരിയും ഇറാൻ അന്ന് നിലവിൽ വന്ന കരാർ പാലിച്ചതായി അതേ ഏജൻസി സമ്മതിക്കുന്നുണ്ട്. ഇറാന്റെ ആണവായുധ നിർമ്മാണം ലോകത്തിന് ഭീഷണിയാവുമെന്ന വാർത്ത വരുന്നപ്പോൾ ആണവായുധം കൈവശം വെച്ചവരൊക്കെ എന്നും അജയ്യരായി ഈ ലോകത്ത് വാങ്ങിയിട്ടുണ്ടോ എന്ന് 2008 ഇറാനിയൻ പ്രസിഡന്റ് അഹമ്മദി നജാദ് ചോദിച്ചിരുന്നു. ന്യൂക്ലിയർ ആയുധം കൈവശം ഉണ്ടായിട്ടും സോവിയറ്റ് യൂണിയൻ തകരുന്നതിൽ നിന്ന് അത് അവരെ രക്ഷപ്പെടുത്തിയോ? അമേരിക്കയുടെ അഫ്ഗാൻ ഇറാൻ അധിനിവേശം അവരുടെ കയ്യിൽ ആണവായുധം ഉള്ളത് കൊണ്ടായിരുന്നു. ന്യൂക്ലിയർ എനർജിയെ ന്യൂക്ലിയർ ബോംബുമായി തുല്യതപ്പെടുത്തുന്നത് മനുഷ്യരാശിയോടുള്ള ഉപദ്രവകരമായ അന്യായമാണെന്ന് ഈ ആരോപണത്തിനെതിരെ അദ്ദേഹം തുറന്നടിച്ചു. ആരൊക്കെയാണ് ആണവായുധം കൈവശം വെച്ചിരിക്കുന്നത്? ആണവായുധങ്ങൾ ആദ്യമായി നിർമ്മിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്ത ഒരു രാജ്യമാണ് അമേരിക്ക. 1945 ഹിരോഷിമയിലും യുറേനിയം ബേസ്ഡ് ബോംബും നാഗസാക്കിയിൽ പ്ലാറ്റിനം ബേസ്ഡ് ബോംബും ഇട്ട് ഏകദേശം 2.25 ലക്ഷം ജനങ്ങളെ അമേരിക്ക കൊലപ്പെടുത്തിയിട്ടുണ്ട്. 1949 USSR Geo-1 എന്ന പേര് കൊടുത്ത അവരുടെ ആദ്യത്തെ ഫിഷൻ ബോംബ് കസാഖിസ്ഥാനിൽ ടെസ്റ്റ് ചെയ്തതോടെയാണ് ലോകത്ത് ആണവായുധ മത്സരം ആരംഭിക്കുന്നത്. ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കാനുള്ള ചിന്തയിൽ നിന്നും ഈ മത്സരത്തിലെ അടുത്ത ഐറ്റവുമായി അമേരിക്ക മൈക്ക് ഫ്യൂഷൻ ബോംബുമായി രംഗത്ത് വന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം റഷ്യയുടെ തെർമോ ന്യൂക്ലിയർ ബോംബും പരീക്ഷണ വിധേയമായി. പിന്നീട് അങ്ങോട്ട് പരീക്ഷണങ്ങളുടെ ഒരു മത്സരം തന്നെയായിരുന്നു. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശീതയുദ്ധം, കോൾഡ് വാർ. ആ യുദ്ധത്തിൻ്റെ അവസാനത്തോടെ ആണവായുധ ഉപയോഗത്തിലൊരു നിയന്ത്രണം കൊണ്ടുവരുന്നത്. ഇന്ന് ആണവായുധ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന 5 രാജ്യങ്ങളാണ് അമേരിക്ക, ചൈന, റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ. ആണവായുധങ്ങൾ ഇന്ന് കൈവശമുള്ള നോർത്ത് കൊറിയയും ഇന്ത്യയും പാകിസ്ഥാനും ഇസ്രായേലും ആണവായുധം കൈവശം വെക്കുന്നത് തടയുന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടില്ല. ഇസ്രായേലാണെങ്കിൽ അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ടോ ഇല്ലയോ എന്ന് തുറന്നു പറയാതെ നിൽക്കുന്ന ഒരു രാജ്യമായി മാറി നിൽക്കുന്നു. ആണവായുധങ്ങൾ ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിയിട്ടുണ്ടോ എന്നത് മനുഷ്യൻ്റെ ആവിർഭാവ കാലം മുതൽ ഇന്നേ വരെയുള്ള ചരിത്രത്തെ പഠനവിധേയമാക്കിയാൽ നമുക്ക് അറിയാവുന്നതാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര യുദ്ധത്തിൽ അത് ഇറാൻ ഇറാഖായാലും ഇന്ത്യ പാകിസ്ഥാൻ ആയാലും അമേരിക്കയുടെ ഇറാഖ് അഫ്ഗാൻ വിയറ്റ്നാം അധിനിവേശമായാലും സമാധാനം പരാജയപ്പെട്ട കഥയും മനുഷ്യൻ അവരുടെ പാർപ്പിടവും ഭൂമുഖത്ത് മണ്ണടിഞ്ഞ ചരിത്രവുമേ നമ്മോട് പറയുന്നുള്ളൂ. അവനവൻ്റെ രാജ്യത്തെ സിവിൽ വാറുകൾ, മനുഷ്യാവകാശത്തിനെതിരെ ചൈനയിൽ ഉരുണ്ട ടാങ്കുകൾ കൊന്ന ലക്ഷങ്ങൾ, 2 ലോക മഹായുദ്ധങ്ങൾ, മതത്തിൻ്റെയും രാജ്യവികാസത്തിൻ്റെയും പേരിൽ ആയുധമണിയിച്ച കോടിക്കണക്കിന് ജനങ്ങൾ. അവരുടെ ചരിത്ര കണക്കെടുപ്പിൽ ഇറാന്റെ ആണവായുധം ലോകത്തിന് ഭീഷണിയാവുമെന്ന് പറയുമ്പോൾ ആണവായുധങ്ങളുടെ മാപ്പിൽ ഇന്നീ ലോകത്തുള്ള 14,000 ന്യൂക്ലിയർ വാർ ഹെഡ്സിൽ അതിൻ്റെ 90% അമേരിക്കയുടെയും റഷ്യയുടെയും കൈവശമാണെന്ന് വ്യക്തമായ തെളിവോടെയുള്ള വസ്തുതയെ നമ്മെ ഭയപ്പെടുത്തേണ്ടതുണ്ട്.